ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് ഭൂമി വാങ്ങാൻ വന്നിട്ട് ഞങ്ങള് കായലി ചടിച്ചില്ലേ, അയാളാ. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് അയാളുടെ വണ്ടി തള്ളാൻ നീ വന്ന് ചാടിയത്? അയാളോട് ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ. ഒന്ന് പോടി അവിടുന്ന്. നിശ്ചയം കഴിയുമ്പോ ഗാതമോൾ കെട്ടുകൊടുക്കാനാ. ഗാതമോള് വീട്ടിൽ വന്ന് കേറുമ്പോ പരമ്പരാഗതമായിട്ട് അണിയിക്കാൻ ഒരു വള ഉണ്ടല്ലോ. ഇനി ഇതിപ്പോ നവീന്റെ പെണ്ണല്ലേ, അവൻ മോതിരം മാറി ഉറപ്പിക്കുന്നു. നമ്മൾ അമ്മമാര് ഈ വളയിട്ട് ഉറപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ഇറങ്ങാൻ ഇനി താമസം എന്തെങ്കിലും? ഏയ്, എല്ലാവരും തയ്യാറായോ? ആയിക്കൊണ്ടിരിക്കുക. ആ, എന്നാ ഞാൻ ഇതാ വരുന്നു, നീ നടന്നോളൂ. മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടാവും, നമുക്ക് പോയാലോ മോളെ? എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ ഞാൻ പറഞ്ഞതല്ലേ. എന്ത് കാഴ്ച കാണാനായിട്ടാ ഞാൻ അങ്ങോട്ട് വരുന്നേ? മോളെ, കുഞ്ഞുനാള് മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹം. ആ ഒരാള് വേറൊരു പെണ്ണിന്റെ കയ്യിൽ മോതിരം ചാർത്തുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് നിർത്തണം നമുക്ക് നിർബന്ധാണോ? അതെ, അങ്ങനെ തന്നെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ആ, ചടങ്ങ് ഭംഗിയാക്കാനൊന്നുമല്ല ഞാനിങ്ങനെ ഒരുങ്ങി കെട്ടിയിറങ്ങി പുറപ്പെടുന്നത്. ആ ചടങ്ങ് നമ്മുടെ കാക്കാനാ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഡേ, ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടന്നു കഴിയുമ്പോ നവീൻ മോതിരം അണിക്കുന്നത് നിന്റെ വിരലിലായിരിക്കും. അതെ, ഇപ്പോ ഞാനിത് പറയുമ്പോ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ വിശ്വസിപ്പിച്ചു തരാം. നിർമ്മലൊന്നും ഇറങ്ങിയില്ലല്ലോ. വല്ലാത്ത പ്രതിഷേധ. നിർമ്മല അവസരം ഉണ്ടാക്കി തന്നെ ഓരോന്നും പറയുന്നുണ്ട്. പലതും തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും കാര്യമാക്കണ്ട. ഞാനതൊന്നും കാര്യമാക്കാറുമില്ല. ചടങ്ങിന് അവിടെ എത്തുമ്പോ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട. തറവാട്ടിലെത്തിക്കഴിഞ്ഞ അമ്മയുടെ രീതി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അമ്മയുടെ വാക്കുകൾക്കപ്പുറം ഒന്നും ഉണ്ടാവില്ല. സുമിത്രേ, ആ വളയെടുത്തില്ലേ? എടുത്തിട്ടുണ്ടമ്മേ. ആ, ഈ നിർമ്മല എവിടെ? ഇനി അവളെ വിളക്ക് വെച്ച് വിളിക്കണോ? ഒരിടത്ത് പോകാൻ ഒരു സമയം പറഞ്ഞാല് കൃത്യമായിട്ട് ഇറങ്ങിക്കൂടെ നിർമ്മലേ? അത് പിന്നെ മനുഷ്യരല്ലേ അമ്മേ. അവിടെ നടക്കാൻ പോകുന്നത് രണ്ട് ചടങ്ങാ. ഒന്ന് കാവിന്റെ പുനരുദ്ധാരണം, മറ്റൊന്ന് നവീന്റെ വിവാഹ നിശ്ചയം. ശുദ്ധമായ മനസ്സോടെ വേണം എല്ലാവരും ഈ രണ്ട് കാര്യങ്ങളിലും പങ്കെടുക്കാൻ. തറവാടിന്റെ കാര്യവും നാഗങ്ങളുടെ ശക്തിയും ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. അരുതാത്തത് എന്തെങ്കിലും ചിന്തിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷയും വൈകില്ല. വാ, നമുക്കിറങ്ങാം. അവര് 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു സാർ. ആരെ? അല്ല, ആ പിറവത്തുകാരെ. പിറവത്തെന്താ? ഇന്ന് ഞാൻ അവിടെ പെണ്ണ് കാണാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് ഈ യാത്ര വന്നതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടി വന്നു. കഴിഞ്ഞ തവണ പന്തളത്തൊരു പെണ്ണ് കാണാൻ പോകാനുണ്ടായിരുന്നു. അപ്പോഴാ സാറ് അത്യാവശ്യമായിട്ട് എന്നെ ബാംഗ്ലൂർക്ക് അയച്ചത്. അതുകൊണ്ട് അതും നടന്നില്ല. അവരോട് പിന്നൊരു ദിവസം ചെല്ലാന്ന് താൻ പറഞ്ഞതല്ലേ? പറഞ്ഞു. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരാ പെങ്കൊച്ചിന്റെ കല്യാണം നടത്തി. പ്രായം കുറച്ചായി സാറേ. ഈ നിലയ്ക്ക് പോയാൽ ഞാൻ മൂത്ത് വരച്ച് നിൽക്കത്തേ ഉള്ളൂ. നമുക്കുള്ളത് നമ്മളെ തേടി വരുവോടോ. നവീൻ ഗോപാൽ വർമ്മയെ തേടി ഗാഥാ ശ്രീനിവാസ് വന്നതുപോലെ. എന്താടോ? അറിയില്ല, ഇറങ്ങി നോക്കാം സാർ. സാറേ, ബാറ്ററി ഡൗൺ. ഒന്ന് തള്ളേണ്ടി. താങ്കേറ്, ഞാൻ തള്ളാം. അയ്യോ സാറേ, ഒന്നും സാറേ, ഒറ്റയ്ക്ക് തള്ളിയിട്ട് നീങ്ങുന്നില്ല. ഞാൻ ഇറങ്ങണം. ഏയ് സാർ അവിടെ ഇരുന്നു. ഞാനേ തള്ളാൻ പറ്റി ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്താ ചേട്ടാ, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. എല്ലാരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോവാ. അതിനിടെ സമയം കളയാനില്ല. നിക്കേട്ടാ, ഒരാളൊരു ഉപകാരം ചോദിക്കുമ്പോ അത് ചെയ്യണ്ടേ? ആരുടെ വണ്ടിയാ? മുതലാളിയുടെ. മുതലാളി വണ്ടിയിലുണ്ട്. ആഹാ, പൊതുവേ മുതലാളിമാരൊക്കെ നന്നായിട്ട് തള്ളുന്നവരാണല്ലോ. എന്നിട്ടും വണ്ടി അനങ്ങിയില്ലേ? ഒന്ന് സഹായിക്കും.
മുതലാളിയുടെ വണ്ടിയല്ലേ, അങ്ങനെ ചുമ്മാ തള്ളിത്തരാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 2000 രൂപ തരണം. 2000 രൂപയോ? ഇതൊരു ഉപകാരമല്ലേ? ഞങ്ങള് സാധാരണ 2000 രൂപയ്ക്ക് ഉപകാരം ചെയ്യാറുള്ളൂ. ചെന്നതിന്റെ മുതലാളിയോട് ചോദിക്കും, സമ്മതാണെങ്കിൽ ഞങ്ങൾ വണ്ടി തള്ളിത്തരാം. നീ ഇതിന്റെ ഇടയ്ക്ക് ഒരു കച്ചവടം ഒപ്പിച്ചല്ലേ? ഇരിക്കട്ടെടി, വെറുതെ നല്ലല്ലോ, പണിയെടുത്തിട്ടല്ലേ. അതിനെന്താ, കൊടുത്തേക്കാം. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോണം. ഓക്കെ സാർ. അയ്യോ പാമ്പ്, അയ്യോ പാമ്പ്. അയ്യോ എന്തെങ്കിലും ഓടിക്കായനെ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതങ്ങ് പൊക്കോളും. അത് പോയത് കണ്ടില്ലേ? ഇനി എല്ലാരും വന്നേ. ഞാനേ മുതലാളിയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചിട്ട് വരാം. സാർ കാശ് കൊടുക്കണം. സാറേ കാശ്. കിട്ടിയോടി? ഇപ്പൊ ശരിക്കും കിട്ടിയേനെ. ആരെ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്നറിയോ? അന്ന് ഭൂമി വാങ്ങാൻ വന്നിട്ട് ഞങ്ങള് കായലി ചടിച്ചില്ലേ, അയാളാ. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് അയാളുടെ വണ്ടി തള്ളാൻ നീ വന്ന് ചാടിയത്? അയാളോട് ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ. ഒന്ന് പോടി അവിടുന്ന്. രാജലക്ഷ്മി വന്നിട്ട് പോയതേ ഇല്ലല്ലേ? ഇല്ല, പണിക്കാരുണ്ടായിരുന്നല്ലോ, അവരെ കൂടെ തന്നെ നിക്കണോന്ന് പറഞ്ഞിരുന്നു. ഒരുക്കങ്ങളൊക്കെ എത്രയായി? പൂജാരിമാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കളമ്പാട്ടുകാരൊക്കെ കൃത്യസമയത്ത് തന്നെ വരും. സുരേന്ദ്രൻ കളമെഴുത്തുകാരെ വിളിക്കാൻ പോയിരിക്കുക. അകത്തൊക്കെ എങ്ങനെയാ? പാമ്പും പഴുതാരൊക്കെ കയറി കിടക്കുവാണോ? ഇല്ല, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ആ, ഞാനൊന്ന് നോക്കട്ടെ. പാമ്പും പഴുതാരയും ഒക്കെ സഹിക്കാം, നാവില് വിഷമുള്ള മനുഷ്യരെയാ നോക്കേണ്ടത്. വരൂ സുമിത്രേ.